വെൽക്കം ടു കിച്ചണാറ്റ്സ്. ഇന്ന് നമ്മളിവിടെ ഒരു പനീർ ആൻഡ് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. ഇത് നമുക്കൊരു വൺ ടൈം മീലായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ വെയിറ്റ് ലോസ് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണിത്. ഇനി ഇത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഞാനതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതൊരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 ബീൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊരു 2 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മഷ്റൂം ഇതുപോലെ മീഡിയം പീസസ് ആക്കി കട്ട് ചെയ്തതും അതുപോലെ തന്നെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതുപോലെയുള്ള കുറച്ച് വലിയ പീസസ് ആയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു 1 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ബ്രോക്കലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കം ഇതുപോലെ മീഡിയം പീസസ് ആക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 കളറ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി സവാള ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു 100 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെയുള്ള മീഡിയം പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പാൻ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ വെജിറ്റബിൾസ് നമ്മൾ ഒരിക്കലും ഓവർ കുക്ക് ചെയ്തെടുക്കരുത്. ഇത് ചെറുതായിട്ടൊരു ക്രഞ്ചി ആയിട്ട് തന്നെ കിടക്കണം. അപ്പോൾ ആ ഒരു സമയം അനുസരിച്ച് മാത്രം നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ ആൻഡ് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്ലെയിമിൽ നിന്നും മാറ്റാം. ഇത് നമുക്ക് വളരെ പെട്ടെന്നൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ റെസിപ്പിയാണ്. ഇത് നമുക്കൊരു പ്രോട്ടീൻ റിച്ച് മീലായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് വളരെ ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഏതെങ്കിലും തരത്തിലുള്ള വെയിറ്റ് ലോസ് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ റെസിപ്പിയാണിത്.